Am I talking to the hero or the villain? Not both. You're talking to an actor. അതെ, ഒരു നല്ല നടന് ഏത് റോളും വഴങ്ങും. നായകൻ എന്നില്ല, വില്ലൻ എന്നില്ല, എല്ലാ റോളും വഴങ്ങും. അതാണ് മമ്മൂട്ടി കളങ്കാവലിലെ സ്റ്റാൻലി ദാസിലൂടെ കാണിച്ചു തരുന്നത്. മമ്മൂട്ടി ഈ അഭിമുഖത്തിൽ ബാക്കി പറയുന്നത് ഇങ്ങനെയാണ്: കഥാപാത്രങ്ങളെ കാറ്റഗറൈസ് ചെയ്താൽ ചിലപ്പോൾ നല്ല നല്ല റോളുകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ഹീറോയ്ക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്, എന്നാൽ ചില കഥാപാത്രങ്ങൾക്ക് അതില്ല എന്നാണ് മമ്മൂട്ടി പറയുന്നത്. അതുതന്നെയാണ് ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത കളങ്കാവലിൽ തൻ്റെ അഭിനയ മികവിലൂടെ മമ്മൂട്ടി ചെയ്തു വച്ചിരിക്കുന്നത്, കാണിച്ചു തരുന്നത്. കളങ്കാവൽ എന്ന മമ്മൂട്ടി ചിത്രം ആദ്യ ദിവസം തന്നെ കാണാൻ പ്രേരിപ്പിച്ചത് 3 ഘടകങ്ങളാണ്. ഒന്ന്, മമ്മൂട്ടിയുടെ ഏറെക്കാലത്തിന് ശേഷമുള്ള ചിത്രം എന്നുള്ള നിലയിൽ. 2, മമ്മൂട്ടിയുടെ സ്റ്റാൻലി ദാസ് എന്ന കഥാപാത്രം അല്ലെങ്കിൽ വില്ലൻ വേഷം അദ്ദേഹം തിരഞ്ഞെടുത്തതിലെ ഒരു കൗതുകം. 3, ചിത്രത്തിന് കേരളത്തിലെ വർത്തമാനകാല സാഹചര്യങ്ങളുമായിട്ടുള്ള സാമ്യം. ഈ 3 കാര്യങ്ങൾ പറയാനാണ് ഈ വീഡിയോയുമായി വന്നത്. കളങ്കാവലിലെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് മമ്മൂട്ടി കമ്പനി എന്ന മമ്മൂട്ടിയുടെ നിർമ്മാണ കമ്പനി നിർമ്മിച്ച ചില ചിത്രങ്ങളൊന്ന് പരിശോധിക്കാം. പുഴുവിലെ മമ്മൂട്ടിയുടെ കഥാപാത്രം എന്താണ്? കഥാപാത്രത്തിൻ്റെ പേര് കുട്ടൻ എന്നാണ്. ജാതി തലയ്ക്ക് പിടിച്ച മനുഷ്യനാണ്. അതുവഴി നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന മനുഷ്യനാണ്. സഹോദരിയേക്കാൾ അയാൾക്ക് ജാതിയാണ് വലുത്. അതുവഴിയാണ് അയാൾ ആ സിനിമയിൽ വില്ലനാകുന്നത്. ഭ്രമയുഗത്തിലെ കൊടുമൻ പോറ്റി മായിക ലോകത്തുള്ള വില്ലനാണ്. എന്നാൽ കളങ്കാവലിലെ സ്റ്റാൻലി ദാസ് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തനായ സൗമ്യനായ വില്ലനാണ്. സുന്ദരനാണ്, കുടുംബമുള്ള മനുഷ്യനാണ്, മനോഹരമായി മനുഷ്യനെ വരയ്ക്കുന്ന കലാകാരനാണ്. പക്ഷേ അയാൾക്ക് ഹരം മനുഷ്യനെ കൊല്ലുന്നതാണ്. അതും താൻ പ്രേമിച്ച പെണ്ണുങ്ങളെ കൊല്ലുക എന്നതാണ് അയാളുടെ ഹരം. മറ്റൊന്നിലും അയാൾ ഹരം കണ്ടെത്തുന്നില്ല. കേരളത്തിലെ വർത്തമാനകാല സാഹചര്യത്തിലെ സ്ത്രീ വേട്ടക്കാരുമായി ഈ മമ്മൂട്ടിയുടെ കഥാപാത്രം അങ്ങനെ സാമ്യപ്പെടുന്നുണ്ട്. ഇവിടെ ചിലർ സ്റ്റാൻലിയെ പോലെ സ്ത്രീകളെ കൊല്ലുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ തൻ്റെ ഇംഗിതത്തിന് വഴങ്ങിയ സ്ത്രീകളെ കൊല്ലാക്കൊല ചെയ്യുന്നുമുണ്ട്, മറ്റു രീതിയിൽ ദ്രോഹിക്കുന്നുമുണ്ട്. പക്ഷേ സ്റ്റാൻലി ഒറ്റയടിക്ക് താൻ പ്രേമിച്ച പെണ്ണുങ്ങളെ കൊല്ലുകയാണ്. കളങ്കാവലിലെ സ്റ്റാലിയും മനോഹരമായി സംസാരിച്ചും പെരുമാറിയും തന്നെയാണ് ഓരോ ഇരയെയും വീഴ്ത്തുന്നത്. പ്രണയം തുടിക്കുന്ന മുഖവും കരുതലുമായി അയാൾ ഇരകളെ സമീപിക്കുന്നു. ഇംഗിതത്തിന് ശേഷം ഇല്ലായ്മ ചെയ്യുന്നു. അതും കാലങ്ങളായി ചെയ്തു വരുന്ന മെയ്വഴക്കത്തോടെ. കൊല്ലുമ്പോൾ ചവച്ച് തിന്നുന്ന സിഗരറ്റ്, നിഗൂഢതകളിലേക്ക് ഊളിയിടുന്നത് പോലെയുള്ള അയാളുടെ നോട്ടം, ഇതെല്ലാം നമ്മളെ പേടിപ്പെടുത്തും. സ്റ്റാൻലിയുടെ വേട്ടയ്ക്ക് തടസ്സമായി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വരുന്നതോടെ കളങ്കാവൽ എന്ന സിനിമയുടെ കഥയുടെ ഗതി മാറുകയാണ്. കൂടുതൽ പിരിമുറുക്കത്തിലേക്ക് ചിത്രം നീങ്ങും. ആകാംക്ഷയുടെ മറ്റൊരു തലത്തിലേക്ക് നമ്മളെ കളങ്കാവൽ ഈ ഘട്ടത്തിൽ കൊണ്ടുപോകും. ഇതിനിടയ്ക്ക് ഒരു പുകച്ചുരുളിൻ്റെ എൻട്രിയോടെ എത്തുന്ന സർപ്രൈസ് നമ്മളെ അമ്പരപ്പിക്കും, അതിശയിപ്പിക്കും. അത് സിനിമയുടെ നിർണായക ഘട്ടമാണ്. അവിടെ നിന്ന് അക്ഷരാർത്ഥത്തിലുള്ള കള്ളനും പോലീസും കളിയും തുടങ്ങും. കണ്ട് പരിചയിച്ച ഒരു രീതിയിലുള്ള കള്ളനും പോലീസും കളിയല്ല, രസകരമായ കള്ളനും പോലീസും കളിയാണ്. ബുദ്ധി വെച്ചുള്ള കളിയാണ്. അത് സിനിമയുടെ ഒടുക്കം വരെ തുടരുകയും ചെയ്യും. ഇനി വിനായകൻ്റെ കഥാപാത്രത്തെ അല്ലെങ്കിൽ വിനായകനെ കുറിച്ച് പറയാം. സിനിമ കണ്ടപ്പോൾ എത്ര വലിയ വെല്ലുവിളിയാണ് വിനായകൻ ഏറ്റെടുത്തത് എന്ന് തോന്നിപ്പോയി. മമ്മൂട്ടിയുടെ വില്ലനിസം, അർമാദിക്കുന്ന വില്ലനിസം, അതിൻ്റെ മുന്നിൽ നായകനായി പിടിച്ചു നിൽക്കുക എന്ന വെല്ലുവിളിയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ വിനായകൻ പിടിച്ചു നിൽക്കുക മാത്രമല്ല ചെയ്തത്, ഈ മമ്മൂട്ടിക്ക് ഒപ്പത്തിനൊപ്പം തന്നെ കഥാപാത്രം അവതരിപ്പിച്ച് കാണിച്ചു എന്ന് തന്നെ പറയാം. ജയകൃഷ്ണൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ വേഷം വളരെ ഭംഗിയായി വിനായകൻ കൈകാര്യം ചെയ്തു എന്നിടത്താണ് അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൻ്റെ കരുത്ത്. പോലീസിൻ്റെ ശരീരഭാഷ, അന്വേഷണ രീതികളെല്ലാം വിനായകൻ എന്ന നടൻ കൃത്യത പുലർത്തുന്നതാണ് കളങ്കാവലിൽ കണ്ടത്. ഒപ്പം അയാളുടെ 2 പെൺമക്കളുടെ അച്ഛൻ ചില ഘട്ടങ്ങളിൽ വേദനിക്കുന്നുമുണ്ട്. ഇനി ഈ സിനിമയിലെ മറ്റ് ചില കഥാപാത്രങ്ങളെക്കുറിച്ച് പറയാം. ഒരു ടേപ്പ് റെക്കോർഡർ, സിഗരറ്റ്, പിന്നെ മമ്മൂട്ടിയുടെ ആ കാറ്. മമ്മൂട്ടി സിഗരറ്റ് വലിച്ചു വിടുന്ന പുകച്ചുരുള് പോലും അഭിനയിക്കുന്നതായി ചിലപ്പോൾ തോന്നിപ്പോകും. ഒപ്പം കുറേ മനോഹരമായ വരകളുമുണ്ട് ഈ സിനിമയിൽ. പിന്നെ എടുത്തു പറയേണ്ടത് പശ്ചാത്തല സംഗീതവും ആ പാട്ടുമാണ്, ആ തമിഴ് ചുവയുള്ള മലയാളം പാട്ട്. ഇപ്പോൾ എന്ത് വേണമെങ്കിലും സംഭവിക്കാമെന്ന് നമ്മളെ പേടിപ്പിക്കുന്ന ഒരു പശ്ചാത്തല സംഗീതമാണ് ഈ സിനിമയ്ക്കുള്ളത്.
എക്കോയുടെ സംഗീത സംവിധായകനായിട്ടുള്ള മുജീബ് മജീദാണ് കളങ്കാവലിൽ നമ്മളെ ഇങ്ങനെ സംഗീതം കൊണ്ട് പേടിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഗൂഢമായ സംഗീതം കൊണ്ട് നമ്മളെ പേടിപ്പിക്കുന്നത്. ചിത്രത്തിൽ 21 നായികമാരാണുള്ളത്. അവരെല്ലാം സ്റ്റാൻലിയുടെ ക്രൂരതയുടെ വഴികളിൽ വന്നു പോകുന്നവരാണ്. പക്ഷേ നന്നായി നറേറ്റ് ചെയ്ത കഥാപാത്രങ്ങളാണ് ഈ നായികമാരെല്ലാം. കൂടുതൽ സ്ക്രീൻ സ്പേസ് ഉള്ളത് രജിഷ വിജയനും ശ്രുതി രാമചന്ദ്രനും പിന്നെ ഗായത്രി അരുണുമാണ് എന്ന് മാത്രം. പക്ഷേ അതുകൊണ്ട് മറ്റാരുടെയും പ്രാധാന്യം കുറയുന്നുമില്ല. ജിതിൻ കെ ജോസ് കൃത്യമായ ഒരു മീറ്റർ പിടിച്ച് തന്നെയാണ് മേക്കിംഗ് നടത്തിയിരിക്കുന്നത്. സിനിമയിലെ പോലീസ് അന്വേഷണ രീതികളും യാഥാർത്ഥ്യങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണ്. തെളിവുകളിൽ നിന്ന് തെളിവുകളിലേക്ക് നീങ്ങുന്ന രീതിയിലാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത്. അങ്ങനെയാണ് വില്ലൻ്റെ ഗൂഢ പരിസരത്തിലേക്ക് പോലീസ് എത്തപ്പെടുന്നത്. അതെല്ലാം യാഥാർത്ഥ്യ ബോധത്തോടെ തന്നെ സിനിമയിൽ കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് രസകരമായ സിനിമാ അനുഭവമാണ്. ചിത്രത്തിലെ കഥാപരിസരവും വളരെ രസകരമായി തോന്നി. തിരുവനന്തപുരം തമിഴ്നാട് അതിർത്തി പ്രദേശങ്ങളാണ് കൂടുതലും ഉള്ളത്. അതുകൊണ്ട് തന്നെ തമിഴ് കലർന്നതും തിരുവനന്തപുരം ഭാഷ നിറഞ്ഞതുമായ ഭാഷാ ശൈലിയാണ് മമ്മൂട്ടിയുടെ സ്റ്റാൻലി ദാസിന്. എന്തൊരു എന്നൊക്കെ ചോദിക്കും. 14 ജില്ലകളിലെയും ഭാഷകൾ കൈകാര്യം ചെയ്തിട്ടുള്ള മമ്മൂട്ടി ഈ ഭാഷയും മനോഹരമായി അവതരിപ്പിച്ചിട്ടുണ്ട്. കളങ്കാവൽ തെക്കൻ കേരളത്തിലെ ഒരു പെർഫോമൻസ് ആണെന്ന് നേരത്തെ കണ്ട അഭിമുഖത്തിൽ മമ്മൂട്ടി പറയുന്നുണ്ട്. ദാരുകനും കാളിയും തമ്മിലുള്ള പോരാട്ടം, ദുഷ്ടശക്തിയായ ദാരുകന് മേലുള്ള കാളിയുടെ അഴിഞ്ഞാട്ടം, അതുതന്നെയാണ് ചിത്രത്തിൽ ഒടുവിൽ സംഭവിക്കുന്നത്. പക്ഷേ അതുവരെ, അതായത് ചിത്രത്തിൻ്റെ ഒടുവിലേക്ക് എത്തുന്നത് വരെ ദാരുകൻ്റെ അഴിഞ്ഞാട്ടമാണ്, മമ്മൂട്ടി എന്ന മഹാനടൻ്റെ അഴിഞ്ഞാട്ടമാണ്. അതിലൂടെ മമ്മൂട്ടിയെ തന്നെ നമ്മൾ മറന്നുപോയി സ്റ്റാൻലി ദാസിലേക്ക് മാത്രമായിട്ട് നമ്മൾ ചുരുങ്ങിപ്പോകും. തിയേറ്റർ വിട്ടിട്ടും ഈ കഥാപാത്രവും കൊല്ലുമ്പോഴുള്ള സംഗീതവും നമ്മളെ വേട്ടയാടുക തന്നെ ചെയ്യും. തീർച്ചയായും തിയേറ്ററിൽ അനുഭവിക്കേണ്ട ചിത്രമാണ്. അതുകൊണ്ട് തന്നെ കളങ്കാവൽ എന്ന് തന്നെ പറയാം. ചിത്രം കണ്ടിരിക്കുമ്പോഴെല്ലാം ഓർമ്മയിൽ വന്നത് ഈ മമ്മൂട്ടിയുടെ കഥാപാത്രത്തിൻ്റെ സെലക്ഷനാണ്. മമ്മൂട്ടി അല്ലാതെ വേറൊരു നടനും വില്ലനിസത്തിൻ്റെ ഈ പീക്ക് കഥാപാത്രം ഏറ്റെടുക്കില്ല എന്ന് തോന്നുന്നു. ചിത്രത്തെക്കുറിച്ച് പല പ്രതികരണങ്ങളും വരുന്നുണ്ട്. അതിൽ ശ്രദ്ധേയമായ ചിലത് ഞാനിവിടെ സൂചിപ്പിക്കാം. ഷിബു ഗോപാലകൃഷ്ണൻ എഴുതുന്നത് ഇങ്ങനെയാണ്: ഇനി അങ്ങോട്ട് വെറൈറ്റിയിൽ മാത്രമേ അങ്ങേര് കൈവയ്ക്കൂ എന്നുറപ്പായിരുന്നു. അങ്ങേർക്ക് അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അയാളെ വെല്ലുവിളിക്കുന്ന, അയാൾ ഇന്നുവരെ കടന്നു ചെന്നിട്ടില്ലാത്ത പ്രതിഭയുടെ അതിർവരമ്പുകളിലേക്ക് അങ്ങേരെ കൊണ്ടു ചെന്ന് നിർത്തുന്ന, എടുത്താൽ പൊങ്ങാത്ത ഐറ്റങ്ങളിൽ മാത്രമേ അയാൾ അവതരിക്കൂ എന്നുള്ളത് ഉറപ്പായിരുന്നു. ശേഷിക്കുന്ന ജീവിതം അയാൾ ജീവിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് കരുതിക്കുട്ടിയാണ്. അകവും പുറവും നമ്മൾ കണ്ടു കഴിഞ്ഞു എന്ന് പറഞ്ഞ് അഹങ്കരിക്കുമ്പോൾ ഇതുവരെ കാണാത്ത അയാളെ കാണിച്ചു തന്ന് നമ്മളെ ഞെട്ടിച്ചിരിക്കുകയാണ് ഗൈസ്. മമ്മൂട്ടിയെക്കുറിച്ചാണ് ഷിബു ഗോപാലകൃഷ്ണൻ എഴുതുന്നത്. മമ്മൂട്ടിയുടെ കഥാപാത്ര സെലക്ഷനെ കുറിച്ചാണ് അദ്ദേഹം എഴുതുന്നത്. ശ്രീജിത്ത് ദിവാകരൻ എഴുതുന്നത് ഇങ്ങനെയാണ്: സിനിമയുടെ 2-ാം മിനിറ്റിൽ നായകനാണ് വില്ലൻ ആര് എന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. എന്നിട്ടും ഒരു അത്ഭുതം കാണുന്നത് പോലെ സ്റ്റണ്ടായിരിക്കുന്ന 2-2.25 മണിക്കൂർ. വിനായകൻ്റെ നത്ത്, മമ്മൂട്ടിയുടെ സ്റ്റാൻലി. അസാധാരണ കൺസിസ്റ്റൻസിയും കാതലുള്ള കഥാപാത്രങ്ങളും പെർഫോമൻസും. ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. കളങ്കാവൽ വളരെ മുമ്പ് ഷൂട്ട് ചെയ്ത ഒരു ചിത്രമാണ്. കളങ്കാവലിൽ മമ്മൂട്ടിയുടെ കഥാപാത്രം സ്ത്രീവേട്ട നടത്തുന്നത് 2005 കാലഘട്ടം മുതൽ 2012 കാലഘട്ടം വരെയാണ്. പക്ഷേ ചിത്രം പുറത്തിറങ്ങുമ്പോൾ കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് മറ്റൊരു സ്ത്രീവേട്ടക്കാരനായ രാഷ്ട്രീയക്കാരനെ കുറിച്ചുള്ള വാർത്തകളാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. പെൺകുട്ടികളെ വലയിലാക്കി അയാൾ ചെയ്തു കൂട്ടിയ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരുന്ന സമയത്താണ് കളങ്കാവൽ എന്ന ചിത്രം തിയേറ്ററിലേക്ക് എത്തിയത് എന്നത് യാദൃച്ഛികതയാകാം. പക്ഷേ സ്ത്രീവേട്ടക്കാർ പല മുഖംമൂടികളിൽ നമ്മുടെ മുന്നിലുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. കളങ്കാവൽ എന്ന ചിത്രം അത് നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയുമാണ്. എന്താണ് ഈ വീഡിയോയിൽ പറഞ്ഞ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യുക. വാട്സപ്പിൽ പേജ് റിട്ടൺ സ്റ്റോറീസ് കിട്ടാൻ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുക. വാട്സപ്പ് ഗ്രൂപ്പിലോ വാട്സപ്പ് ചാനലിലോ അംഗമാകാം. നന്ദി, നമസ്കാരം.